ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോയിലൂടെ കാണാം. കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ കൂർക്ക നന്നായി കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂർക്ക കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 കപ്പ് ചെറിയുള്ളിയും 6 വെളുത്തുള്ളിയും 1/4 കപ്പ് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെക്കാം. ഇനി ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഈ ഒരു കൂർക്ക മെഴുക്കുവരട്ടിയിലേക്ക് ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഈ കൂർക്ക വേവിച്ചെടുക്കാൻ പോകുന്നത്. കൂർക്ക ഇട്ട് വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മുഴുവനായിട്ടും ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂർക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു കൂർക്കയ്ക്ക് നിരപ്പായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത്, അങ്ങനെ ചെയ്താൽ കൂർക്ക പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കൂർക്കയിലെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് വേണം കൂർക്ക നമുക്ക് വേവിച്ചെടുക്കാൻ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂർക്ക മെഴുക്കുവരട്ടിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്ത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് ഈ കൂർക്ക മെഴുക്ക് ഉരുട്ടിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയുള്ളിയൊക്കെ ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ ഒരു കൂർക്ക മെഴുക്കുവരട്ടിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്കിനി 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾ പൊടിയുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ മഞ്ഞൾ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കൂർക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കൂർക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഉപ്പും മുളകും ഒക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കൊച്ചുള്ളിയും മസാലയൊക്കെ ഈ കൂർക്കയിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൂടെ ചേർത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഈ കൂർക്ക നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിതിലേക്ക് ചെറിയുള്ളിയൊക്കെ ചതച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇത് മൂത്ത് വരുമ്പോൾ ആ ഒരു ഉള്ളി മൂത്ത് വന്നതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ ഈ കൂർക്കയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ. നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളി ചതച്ചതും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കൂർക്ക മെഴുക്കുവരട്ടിക്ക്.
അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ കൂർക്ക മെഴുക്കുവരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.